കാരാഗ്രഹത്തിന്റെ കവാടം തുറന്ന് ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവനോടായി സേവകൻ പറഞ്ഞു, നിനക്ക് പോകാം. അവന്റെ മറുപടി, യജമാനെ, ഞാൻ ബറബാസ്. ഇന്നെന്റെ വധശിക്ഷയുടെ ദിവസമല്ലേ? അതെ, പക്ഷെ നിനക്ക് സ്വാതന്ത്ര്യമാണിന്ന്. എന്തുകൊണ്ട്? നിനക്ക് പകരമായി നിന്റെ മരണസമയത്തും നിനക്ക് വേണ്ടി മരിക്കാൻ ഒരുവൻ പൊയ്ക്കഴിഞ്ഞു. നിന്റെ അളവിൽ പണിത ക്രൂശുമായി. എനിക്ക് വേണ്ടിയോ? അതെ. എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലുമാണോ? അല്ല. എൻ്റെ സഹോദരൻ? അല്ല. എൻ്റെ ബന്ധു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അറിവിലുള്ള ആരെങ്കിലും? അല്ല. നസ്രത്തുകാരൻ യേശു. ഇതാ ഏറ്റവും വലിയ കൊടും കുറ്റവാളി. യേശു അവൻ്റെ ക്രൂശ് എടുക്കുമ്പോൾ അവന് സ്വാതന്ത്ര്യമാണ്. പാപിയുടെ സ്വാതന്ത്ര്യം യേശുവിലൂടെ. യേശുവിന്റെ ക്രൂശീകരണം പാപിക്ക് സ്വാതന്ത്ര്യമാണ്. ഇന്ന് രാത്രി കുഞ്ഞെ, ആർക്കും വേണ്ടാത്തതാ നീ, പക്ഷെ യേശുവിന് നിന്നെ വേണം. ആരാലും നീ ഒഴിവാക്കപ്പെട്ടതാ, ഒറ്റപ്പെട്ടതാ. ഇന്ന് രാത്രി യേശുവിന് നിന്നെ വേണം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, ഇനി ജീവിതം മടുത്തു, ആത്മഹത്യ മാത്രം അരുത്. യേശു നിന്നെ സ്നേഹിക്കുകയാണ്.